ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം എപ്പോഴും ഒരു പോരാട്ട രംഗത്തുള്ള ആളായിരുന്നു. വിപ്ലവവീര്യം അദ്ദേഹത്തിൻ്റെ സിരകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിൽ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുന്നപ്ര വയലാറ് മുതൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും ഉയർന്നു വന്ന കാലം. 70-ൽ നിയമസഭയിൽ എത്തുമ്പോൾ അന്ന് അദ്ദേഹം അതിശക്തമായ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ധീരമായ പോരാട്ടം നടത്തി. നമ്മളെല്ലാം നല്ല വാത്സല്യത്തോടുകൂടി കണ്ടിരുന്നു. അദ്ദേഹം പക്ഷത്ത് നിന്നപ്പോഴും ഞാൻ LDFിലായിരുന്നപ്പോഴും എല്ലാം വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുണ്ട്. നൂറ്റിരണ്ട് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അവസാനം വരെ നിയമസഭയിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം എപ്പോഴും സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കേരളത്തിനും ഇന്ത്യക്കും ഒരു തീരാ നഷ്ടമാണ്. VSൻ്റെ നിര്യാണത്തോടുകൂടി ആ തലമുറയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടു, കേരളത്തിൽ നഷ്ടപ്പെട്ടു. അത് നികത്താനാവാത്തൊരു വിടവായി ഞാൻ കാണുകയാണ്. സന്ദർഭം ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് അടുത്തിടപഴകിയിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹം ഇവിടെ വരികയുണ്ടായി. അന്ന് എൻ്റെ ഭാര്യയുള്ള സമയത്താണ്. അപ്പം മുറിക്കൽ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തത് ഒരു അങ്ങനെയുള്ളൊരു ആചാരത്തിൽ പോലും സ്നേഹപൂർവ്വം പങ്കെടുത്ത് ഞാൻ ഓർക്കുകയാണ്. പിന്നെ മന്ത്രിസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴേ ആ ഒരു സമയത്തെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും പിന്നെ ഇപ്പോഴും ഈ ദുർബല ജനഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം മുൻതൂക്കം കൊടുത്തിരുന്നു. പല വിഷയങ്ങളും അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ. അതെപ്പോഴും പാവപ്പെട്ടവരുടെ കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധാലുവായിരുന്നു എന്നുള്ളതാണ് ഞാൻ പ്രത്യേകം ഓർക്കുന്നത്. ഈ ഭൂവിഷയങ്ങളിലുമൊക്കെ അതെ, എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന് ശക്തിയുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. അതേത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്.